എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. പൂജാരിമാരൊക്കെ പോകാറുണ്ട്, അവർ തരുന്നതായിട്ട് തീർത്ഥം വാങ്ങാറുണ്ട്, അത് കുടിക്കാറുണ്ട്, ഇങ്ങനെ തന്നെ കുടിക്കാറുണ്ട്. എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചതനുസരിച്ച് ഞാൻ ബാക്കിയുള്ളത് തലയിൽ തേക്കാറുണ്ട്. നിങ്ങളൊക്കെ ഏത് പാർട്ടി ക്ലാസ്സിൽ പങ്കെടുത്ത ഇത്രയും വിദഗ്ധരായത് ഈ കാര്യത്തിൽ? വിശ്വസിച്ച് തന്നെ പറയുന്നത്. കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്നും ഇതാദ്യമല്ല ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ വന്ന് അദ്ദേഹം അനാചാരം നടത്തുന്നത്. കാരണം ശബരിമല ക്ഷേത്രത്തിൽ പോലും ഈ തീർത്ഥം കൊടുക്കുന്ന സമയത്ത്, പ്രസാദം കൊടുക്കുന്ന സമയത്ത് ഭക്തരെ അവഹേളിക്കുന്നതിന്, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ പാരമ്പര്യത്തെ, അതിന്റെ പൈതൃകത്തെ അവഹേളിക്കുന്ന രീതിയിൽ തീർത്ഥം തള്ളിക്കളയുകയും അത് വാങ്ങാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന നിഷേധാത്മകമായ പ്രവണത പലതവണ കാണിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഈ കടകംപള്ളി സുരേന്ദ്രൻ. കടകംപള്ളി ആനേറ ക്ഷേത്രത്തിൽ വന്നും ഇത്തരത്തിൽ തീർത്ഥം നൽകിയപ്പോൾ അത് തട്ടിക്കളഞ്ഞു എന്നതാണ് ഈ വിവാദത്തിന്റെ അടിസ്ഥാനം എന്നത്. ഗണപതിയും ഭദ്രകാളിയും ഒക്കെ മിത്താണ് എന്ന് പ്രസംഗിച്ച് നടക്കും. ഇതിലൊന്നും വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് നടക്കും. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? എന്നിട്ട് നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോ അവരെയൊക്കെ തന്നെ പിടിച്ച് ആണയിടേണ്ടിയും വരുന്നു. ഗതികേടെ, നിന്റെ പേരോ കമ്മ്യൂണിസം? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. ശിക്ഷ ദൈവം കൊടുക്കും. ഞാൻ പറയാണ്, അയ്യപ്പൻ കൊടുക്കും, പിന്നെ അവിടുത്തെ ഭദ്രകാളിയും കൊടുക്കും. ഇതാ കണ്ടോ, റെയിൻകോട്ട് സഖാവ്, അയ്യപ്പൻ, ഭദ്രകാളി, ശിക്ഷ, ദോഷം എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. ബസ് മാറുന്നത് പോലെ നിലപാടുകൾ മാറ്റാൻ പറ്റുമല്ലേ അണ്ണ? ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഈ നിലപാട് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? പെടാപ്പാടിന്റെ പര്യായമാണെന്നോ? നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, അറിഞ്ഞുകൂടാ. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായമുണ്ടോ ഒരു കാര്യത്തെ പറ്റി? ഉണ്ടോ? ഇല്ല. സത്യത്തിൽ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. മുല്ലൂർ അമ്പലത്തിൽ ഭദ്രകാളിക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടിയിരിക്കും. ഒരു വാളും കൂടെ കൈ കൊടുത്തിരുന്നെങ്കിൽ ഉറഞ്ഞു തുള്ളിയേനെ. ആ തലയാട്ടും ആ വിശ്വാസമൊക്കെ കണ്ടോ? തനി രാവണൻ 10 തലയായവന്. ഉറച്ച വിശ്വാസമാണെന്ന് തോന്നല്ലോ കടകംപള്ളി സുരേന്ദ്രൻ ചേട്ടാ. ഇത്രയും വിശ്വാസമുള്ള ആളാണോ അമ്പലനടയിൽ ചെന്നിട്ട് കൈ എവിടെ വെക്കണമെന്ന് അറിയാതെ കടന്ന് പെടാപ്പാട് പെട്ടത്? ഒന്ന് കൈ പൊക്കി തൊഴാൻ അങ്ങോട്ട് പൊങ്ങിയില്ലായിരുന്നല്ലോ. എന്തായാലും വളരെ മോശമായി പോയി അഭിലാഷേ, വളരെ മോശമായി പോയി. എന്നിട്ട് ഇപ്പൊ അവരെയൊക്കെ തന്നെ പിടിച്ച് ആണയിടുന്നു. ഗതികേടാകാം, പക്ഷെ ഇത്ര അധപ്പതിച്ച ഗതികേടാകരുതേ. ആർക്കും ഈ ഒരു അവസ്ഥ വരുത്തരുതേ മിത്തപ്പ. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കൃത്യമായിട്ട് കിട്ടിയിരിക്കും. ഭദ്രകാളിയെ വെച്ചാ കളിച്ചത്. ഭദ്രകാളിയൊക്കെ തൊട്ട് കളിച്ചാൽ വിവരം അറിയും. അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരമാണ് നമ്മൾ അടുത്ത മാസം അറിയാൻ പോകുന്നത്. അതങ്ങ് മാറ്റി വെച്ചേര്. കാര്യം പോക്ക എന്റെ ശിവൻകുട്ടിയെ. കൊള്ളയടിക്കാവുന്ന മാക്സിമം അമ്പലത്തിൽ കയറി കൊള്ളയടിച്ചിട്ട് അതിന് കൂട്ട് നിൽക്കുകയും ചെയ്ത്, എന്നിട്ട് അത് മൂടി വെക്കുകയും ചെയ്ത്, അവസാനം നിക്കക്കളി ഇല്ലാതെ വന്നപ്പോൾ അവരെയൊക്കെ പിടിച്ച് ആണയിടാനും ഇറങ്ങി. ഇതെല്ലാം കാണേണ്ടി വരുന്ന ഞങ്ങളുടെയും ഗതികേട്. അത് പറഞ്ഞാൽ മതി. ദേവീദേവന്മാരെ എല്ലാം തൊട്ട് കളിച്ച് പണി വാങ്ങിച്ചിട്ട് നാട്ടുകാരെ പഠിപ്പിക്കാൻ നടക്കുന്നു. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? ഭദ്രകാളി വെച്ച് കളിച്ചാലുണ്ടല്ലോ അതിന് വിവരം അറിയും. വിശ്വസിച്ച് തന്നെ പറയുന്നത്. ഇത്ര ഗതികെട്ട് ജീവിക്കുന്നതിനേക്കാളും ഭേദം, ഇല്ല ഇത്ര അധപ്പതിച്ച് ഈ അധികാരത്തിൽ തുടരാനുള്ള ആക്രാന്തം കാണിക്കുന്നതിനേക്കാൾ ഭേദം അതങ്ങ് ചെയ്തൂടെ? വിശ്വസിച്ച് തന്നെ ഞാൻ പറയുന്നത്. ഭദ്രകാളി വെച്ച് നിങ്ങൾ കളിച്ചു, അതിനുള്ള ശിക്ഷ അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ശിക്ഷയായിരിക്കും. അത്രേ പറയാനുള്ളൂ. ദൈവത്തെ തൊട്ട് കളിച്ചോ? ദൈവം തരുന്ന ശിക്ഷ ഉണ്ടല്ലോ, അടിവേറും നടു ഒന്നും താങ്ങി നിന്നാലൊന്നും താങ്ങാൻ പറ്റത്തില്ല. 2021 ശിക്ഷ ലഭിച്ചു. പഠിച്ചിട്ടില്ല അന്ന് അയ്യപ്പൻ കൈവിട്ടില്ല. ഓട്ടോ ഇരിപ്പൊക്കെ കണ്ടോ? ഇനി എന്നാണോ കാവി എടുത്ത് രുദ്രാക്ഷമൊക്കെ ചാർത്തി ഭസ്മവും പൂശി ഞങ്ങൾ കാണേണ്ടി വരുന്നത്? അല്ല, ഏത് വേഷം വേണേ കെട്ടിക്കോളും. 2021 കടകംപള്ളി സുരേന്ദ്രനെ അയ്യപ്പനാണ് സംരക്ഷിച്ചത്. എന്റെ ദൈവമേ, ഇതൊക്കെ കേൾക്കേണ്ടി വരുന്ന ഞങ്ങളുടെ അവസ്ഥ. ചരിത്ര വിജയമാണ് ഈ മണ്ഡലത്തിൽ കടകംപള്ളി കിട്ടിയത്. അയ്യപ്പൻ കൂടെ ഉണ്ട്. അഹങ്കാരം പറയില്ലട്ടോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. പറഞ്ഞപ്പോ ആ മുഖത്തുണ്ടായ ഭാവവ്യത്യാസം കണ്ടോ? ഞാൻ ദൈവത്തിന്റെ സ്വന്തം ഉണ്ണിയാണ്. അണ്ണാ, ദൈവവിശ്വാസത്തെ കുറിച്ചൊക്കെ ആയിരുന്നു സംസാരിക്കുന്നത്. ദൈവം നിങ്ങളെ രക്ഷിച്ചു എന്നൊക്കെയാ പറയുന്നത്. സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മള് പുതിയതാണോ? എന്തോ നീ കേട്ടിട്ട് എല്ലാത്തിന്റെ സമനില ഒന്നിച്ചു തെറ്റിയതായിരിക്കും. ഒരാൾ അവിടെ കിടന്ന് നാട്ടിലുള്ള മുഖ്യമന്ത്രിമാരെ എല്ലാം ഡാഷ് മോനെ, അങ്ങനത്തെ മോനെ, ഇങ്ങനത്തെ മോനെ തെറി വിളിക്കാൻ വേണ്ടി ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുന്നു. ശിവൻകുട്ടിയാണ് കഴിഞ്ഞ ദിവസം അമ്പലം നടയിൽ ചെന്ന് പ്രസാദവും വാങ്ങിച്ച് തൊഴുത് കുറിയും തൊട്ട് നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കേട്ട് കുറച്ച് കഴിഞ്ഞ് മാറി നിന്ന് വേറെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് ന്യായീകരിക്കും. എല്ലാത്തിന്റെ ഇളകിയോ? ഇതൊക്കെ ഓരോരുത്തരുടെ വിധിയാ. അതിനി നമ്മളായിട്ട് തടയാതിരുന്നാ മതി. കൊച്ചു കള്ള അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്.
അത് ഞാൻ കളഞ്ഞിട്ടില്ല. ഏത് മറ്റേ റെയിൻകോട്ടോ അതാണ് കളഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷെ അപ്പുറം ഇപ്പുറമൊക്കെ ഇരിക്കുന്നവർ കേട്ടാ മോശം. മൊത്തം നാറിയവർക്ക് എന്ത് നാറ്റം. റെയിൻകോട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ ആകെ ശരീരഭാഷ മാറി അണ്ണാ. പിന്നെ ഒരു കാര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ ചേട്ടൻ ഇവരിൽ നിന്നൊക്കെ മാറ്റി നിർത്തണം. ഒന്നാം സ്ഥാനം കൊടുക്കണം. അഭിപ്രായങ്ങള് മിനിറ്റിനല്ല സെക്കൻഡിന് മാറ്റി പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ എന്ത്? അന്ന് അവിടെ സ്ത്രീകൾ ശബരിമല കയറിയപ്പോ സ്ത്രീകൾ കയറുന്നത് കൊണ്ട് എന്താ കുഴപ്പം, പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും കയറാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് തന്നെ 5-6 ദിവസം മുമ്പ് പറഞ്ഞത് അവിടെ ഭക്തരാണ് കയറാനുള്ളത്. ശബരിമല ഭക്തർക്കുള്ളതാണ്, അല്ലാതെ കണ്ട ആക്ടിവിസ്റ്റുകൾക്ക് കയറി നിരങ്ങാനുള്ളതല്ല എന്നാണ്. മനസ്സിലായില്ലേ? തക്ക ശിക്ഷ ദൈവം കൊടുക്കും. ഞാൻ പറയാണ്, അയ്യപ്പൻ കൊടുക്കും, പിന്നെ അവിടുത്തെ ഭദ്രകാളിയും കൊടുക്കും. ആറ്റുകാലമ്മയുടെ മുന്നിൽ ചെന്ന് നിന്നപ്പോ തൊഴണമെന്നുള്ള ഒരു പേടി കൊണ്ട് കൈയെടുത്ത് അവിടെ വെക്കുന്നു, ഇവിടെ വെക്കുന്നു, അവിടെ വെക്കുന്നു. അയ്യപ്പന്റെ മുന്നിൽ ചെന്നപ്പോ അടിവയറ് താങ്ങുന്നു, നിതംബം താങ്ങുന്നു, എവിടെ കൊണ്ട് വെക്കണമെന്ന് അറിയത്തില്ല. ആ ആള് കിടന്ന് വാചാലനായ ആക്കം, അത് നമ്മുടെ മുന്നിൽ. ഒരു ഇലക്ഷൻ മനുഷ്യരെ പോലെ തോന്നിക്കുന്ന ആളുകളിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കൂ? അധികാരം എന്ന് പറയുന്ന സാധനത്തിന് ഇമാതിരി ലഹരി ഉണ്ടോന്നാണ്. എനിക്കറിയാൻ പാടില്ല. അതിൽ തൂങ്ങിക്കിടക്കാൻ വേണ്ടി, ആ കസേരയിൽ കയറി ഇരിക്കാൻ വേണ്ടി ഇത്രയും അധപ്പതിക്കാവോ? എന്ത് ചെയ്യാം, എന്റെ സ്വഭാവമായി പോയി. മുല്ലൂർ അമ്പലത്തിൽ ഭദ്രകാളിക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടിയിരിക്കും. എന്നാലും നമ്മുടെ സ്ഥാനാർത്ഥി ഇത്രയും വലിയ ദൈവവിശ്വാസിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. അയ്യപ്പൻ, ഭദ്രകാളി, ഗണപതി എല്ലാവരുടെയും പേരൊക്കെ പറയാൻ പഠിച്ചല്ലോ. ഇതും വെച്ചോണ്ടാണ് കള്ള റെയിൻകോട്ടെ. ഇനി വീണ്ടും അമ്പലത്തിന്റെ നടയിൽ ചെന്നത് ഇങ്ങനെ തന്നെ നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിവേറ് താങ്ങണം നമ്മുടെ വാസവൻ കൊച്ചേട്ടനെ പോലെ. ഭദ്രകാളി വെച്ച് കളിച്ചാലുണ്ടല്ലോ അതിന് വിവരം അറിയും. വിശ്വസിച്ച് തന്നെ പറയുന്നത്. 2026 ജീവിച്ചിരിക്കുന്നവർക്ക് മാർക്സിസം കൺമുന്നിൽ തകർന്നു വീഴുന്ന കാഴ്ച ലൈവായിട്ട് കാണാൻ പറ്റി എന്നുള്ള ഒരു ഭാഗ്യം കിട്ടി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.